അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. പാലക്കാട് അദ്ദേഹം NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉദ്ഘാടനം ചെയ്തു. മോദിയുടെ വരവ് പാലക്കാടും തൃശ്ശൂരും മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള BJP NDA പ്രവർത്തകർക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ പ്രവർത്തന ഊർജവും നൽകിയിരിക്കുന്നു. ഇടത് വലത് മുന്നണികൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ആശങ്കയിലാണ്. എന്താണ് മോദി കേരളത്തിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു സൂചന നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ വികസനം ഒക്കെ BJPയോടൊപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. നമുക്കറിയാം, പാലക്കാട്, തൃശ്ശൂർ രണ്ട് മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുകയാണ്. BJP വിജയപ്രതീക്ഷ വച്ചു പുലർത്തുന്ന രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാടും അതുപോലെ തൃശ്ശൂരും. ഈ രണ്ട് മണ്ഡലത്തിലും ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രണ്ട് സ്ഥലത്തും കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് BJPയുടെ മുഖ്യ എതിരാളി. മത്സരം BJPയും UDFും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതിയൊക്കെ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. പക്ഷേ വാസ്തവത്തിൽ ഏറ്റുമുട്ടുന്നത് BJPയും കോൺഗ്രസും തമ്മിലാണ്. അവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിലും LDFന് അത്ര വലിയ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ. പാലക്കാട് ഒരു പരിധിവരെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ അത്രയും വോട്ടുകൾ LDF നേടിയേക്കാം. എന്നാൽ ഒരു കനത്ത മത്സരം, ഒരു കനത്ത പോര്, ത്രികോണ പോര് മണ്ഡലത്തിൽ കാഴ്ചവെക്കാൻ മാത്രം ഉള്ള ശക്തി LDFന് പാലക്കാട് ഉണ്ടെന്ന് തോന്നുന്നില്ല. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അതിലേറെ മാറിയിരിക്കുന്നു. തൃശ്ശൂരിൽ LDF വളരെ ദുർബലമാണ്. CPIക്ക് വേണ്ടി ആലങ്കോട് ലീലാകൃഷ്ണനാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2021 ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയും അതുപോലെ ബാലകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയുമായിട്ടാണ് മത്സരം നടന്നത്. നാമമാത്രമായ വോട്ടിന് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റില്ല. ബാലകൃഷ്ണൻ ഏതാണ്ട് 946-47 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. രണ്ടാം സ്ഥാനത്തെത്തിയ പത്മജ പൊട്ടിത്തെറിച്ചു ഫലം വന്നപ്പോൾ. കോൺഗ്രസ്സുകാർ കാലുവാരിയതുകൊണ്ടാണ് താൻ തോറ്റതെന്ന് പത്മജ തുറന്നടിച്ചു. എന്നു മാത്രമല്ല, വൈകാതെ കോൺഗ്രസ് വിട്ട് അവർ BJP ലാവണത്തിലെത്തി. അന്ന് BJPക്ക് വേണ്ടി മത്സരിച്ചത് സുരേഷ് ഗോപിയാണ്. ഏതാണ്ട് 40,000-ലധികം വോട്ടുകൾ നേടിയാണ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തെത്തിയത്. പത്മജയുമായിട്ട് രണ്ടാം സ്ഥാനത്തെത്തിയ പത്മജയും സുരേഷ് ഗോപിയും തമ്മിൽ കേവലം ഒരു 3000-ൽ താഴെ വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യമാണ് ഇക്കുറി പത്മജയ്ക്ക് അനുകൂലം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ വളർത്തി വലുതാക്കിയ ആ കോൺഗ്രസ് വിട്ട് പത്മജ BJPയിൽ എത്തിയത് വലിയ ചർച്ചയായിരുന്നു. അന്ന് പത്മജയ്ക്ക് പറയാൻ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും തനിക്കെതിരെ കളിച്ച ആൾക്കാർ ആരൊക്കെയാണ് എന്നവർ തുറന്നടിച്ചു. കാല് വാരിയവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അവർ പുറത്തുവിട്ടു. മാത്രമല്ല, കോൺഗ്രസിൽ ആർക്കും, അതായത് കരുണാകരൻ്റെ കുടുംബത്തിലുള്ള ആർക്കും കോൺഗ്രസിൽ ഇനി രക്ഷയില്ല എന്നുകൂടി അവർ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് മുരളീധരൻ പിന്നീട് തൃശ്ശൂരിൽ മത്സരിക്കാനെത്തിയത്. പക്ഷേ അദ്ദേഹത്തെ കാത്തിരുന്നത് പത്മജയ്ക്കുണ്ടായ ദുരനുഭവത്തെക്കാൾ മാരകമായ അടികളാണ്. അദ്ദേഹം അതിദയനീയമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അന്ന് വിജയിച്ചതാകട്ടെ BJPക്ക് വേണ്ടി മത്സരിച്ച സുരേഷ് ഗോപി. 75,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് വിജയിച്ച് കയറിയത്. എന്തായാലും ഈ രാഷ്ട്രീയ സാഹചര്യം തൃശ്ശൂരിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ ഇപ്പോഴും തുടരുന്നു. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ BJPക്ക് വേണ്ടി താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പതിവ് പോലെ LDF ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതീവ ദുർബലനായ ഒരു സാഹിത്യകാരനെ, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന സാഹിത്യകാരനെയാണ് CPI കണ്ടെത്തി മത്സരിപ്പിക്കുന്നത്.
അദ്ദേഹത്തിന് എത്ര വോട്ടുകൾ ലഭിക്കുമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെമ്പാടുമുണ്ട്. തൃശ്ശൂരിൽ അത് വളരെ കൂടുതലാണ് താനും. അവിടെ BJPക്കെതിരെ UDFിൽ നിന്ന് മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാവ് രാജൻ പല്ലനയാണ്. അദ്ദേഹം മുൻ മേയറൊക്കെയാണ്. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള വ്യക്തിയാണ് രാജൻ പല്ലന. പക്ഷേ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസം കോൺഗ്രസിനെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കാര്യങ്ങൾ പത്മജയ്ക്ക് അനുകൂലമായിരിക്കുന്നത്. മോദിയുടെ വരവ് കൂടി ആയപ്പോൾ ഒന്നുകൂടി ഉഷാറായി. BJP തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് തൃശ്ശൂരിലും. എന്തായാലും പാലക്കാടും തൃശ്ശൂരും താമര വിരിയുമോ എന്ന ചോദ്യം ഇപ്പോൾ അതിശക്തമായി ഉയരുന്നുണ്ട്. BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസം 2 മണ്ഡലങ്ങളിലും BJP വിജയിക്കും എന്ന് തന്നെയാണ്. സമീപ ജില്ലകളാണ് പാലക്കാടും തൃശ്ശൂരും. അതിൽ പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളാണ് അതേ പേരിൽ, പാലക്കാട് എന്നുള്ള പേരിലും തൃശ്ശൂർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. ഈ 2 മണ്ഡലത്തിലും കോൺഗ്രസ് ആണ് BJPയുടെ എതിരാളി എന്നുള്ളതും ഒരു യാദൃശ്ചികതയല്ല. പതിവ് പോലെ LDF പാലക്കാട് UDFിന് വേണ്ടി വോട്ട് മറിക്കുന്ന ആ ഒരു പതിവ് അത് ഇക്കുറി ആവർത്തിച്ചില്ലെങ്കിൽ BJPക്ക് അവിടെ വിജയിച്ച് കയറാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. BJPയുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്നറിയപ്പെടുന്ന, കേരളത്തിൻ്റെ ഉമാഭാരതി എന്നൊക്കെ അറിയപ്പെടുന്ന തീപ്പൊരി പ്രാസംഗികയായ ശോഭാ സുരേന്ദ്രനാണ് താമര ചിഹ്നത്തിൽ പാലക്കാട് നിന്ന് മത്സരിക്കുന്നത്. ശോഭ മുമ്പും പാലക്കാട് മത്സരിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആളാണ്. വിജയത്തിനോട് അടുത്ത് എത്തിയില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ച്, അതായത് 2-3 ഇരട്ടി സംഖ്യയിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ച ആളാണ് ശോഭാ സുരേന്ദ്രൻ. നമുക്കറിയാം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ അവർ 92,000 എന്ന BJPയുടെ വോട്ട് ആണ് 2,48,000 എന്ന സംഖ്യയിലേക്ക് ഉയർത്തിയത് 2019. അതിനു മുമ്പ് 2014 അവർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വോട്ട് ഇരട്ടിയാക്കി. അതായത് 70,000 ചില്ലുവാനും അല്ലെങ്കിൽ ഒരു 75,000-ഓളം വോട്ടുണ്ടായിരുന്ന BJPയെ പാലക്കാട് 1.5 ലക്ഷം വോട്ടിലേക്ക് ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. പിന്നീട് അവർ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് വലിയ മുന്നേറ്റം കാഴ്ചവെച്ചു, BJPയെ 2ാം സ്ഥാനത്ത് എത്തിച്ചു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ക്രമാനുഗതമായി വോട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വോട്ടുകൾ ക്രമാനുഗതമായി കൂടുതൽ നേടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി BJP മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മോദിയുടെ വരവ് എന്തൊക്കെ ചലനങ്ങളാകും സൃഷ്ടിക്കുക? പാലക്കാടും തൃശ്ശൂരും മാത്രമല്ല, സമീപ മണ്ഡലങ്ങളിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. നാട്ടികയിൽ അതിശക്തമായ മത്സരം നടക്കുന്നു. CPIയിൽ നിന്ന് BJPയിൽ ചേർന്ന CC മുകുന്ദൻ അവിടെ കനത്ത പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. UDFും LDFും ഒരുപോലെ പ്രതിരോധത്തിലാണ് നാട്ടികയിൽ. അതുപോലെ തന്നെ പാലക്കാട് മലമ്പുഴയിലും BJP ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു. VS ഉണ്ടായിരുന്ന കാലത്ത് പോലും BJPക്ക് മുന്നേറാൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് മലമ്പുഴ. ഇക്കുറി അവിടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കുന്നുണ്ട്. പതിവ് പോലെ സിറ്റിംഗ് MLA പ്രഭാകരൻ തന്നെയാണ് LDFിന് വേണ്ടി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്. ഒരു കാലത്ത് VSൻ്റെ സന്തത സഹചാരിയായിരുന്ന, പിന്നീട് പാർട്ടിയുടെ വേട്ടയാടലിന്, VSനൊപ്പം നിന്നതിന് വേട്ടയാടലിന് ഇരയാകേണ്ടി വന്ന സുരേഷാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് വേണ്ടി UDFിന് വേണ്ടി മത്സരിക്കുന്നത്. അവരുടെ പിന്തുണയോടെയാണ് സുരേഷ് മത്സരിക്കുന്നത്. VS വികാരം വോട്ടാക്കി മാറ്റാൻ സുരേഷിന് കഴിഞ്ഞാൽ അത് വലിയ വിള്ളൽ LDFിൻ്റെ കോട്ടയിൽ വീഴ്ത്തുമെന്ന് തീർച്ചയാണ്. അങ്ങനെയെങ്കിൽ BJPക്ക് വേണ്ടി അവിടെ കഴിഞ്ഞ 2 തവണയും മികച്ച പോരാട്ടം കാഴ്ചവെച്ച കൃഷ്ണകുമാറിന് നിയമസഭയിലേക്ക് വിജയിച്ച് കയറാനാകും എന്ന ഒരു സൂചന കൂടി അവിടെ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ VS വികാരം സുരേഷിന് അനുകൂലമായി പ്രതിഫലിച്ചാൽ, പൊതുവെ അവിടെ കോൺഗ്രസ് വളരെ ദുർബലമാണ്.
എങ്കിലും ഈ പറഞ്ഞതുപോലെ VS വികാരം സുരേഷ് മത്സരിക്കുമ്പോൾ, VSൻ്റെ സന്തത സഹചാരിയായ സുരേഷ് മത്സരിക്കുമ്പോൾ ആ VS വികാരം അവിടെ പ്രവർത്തിക്കുകയും അത് സുരേഷിന് വോട്ടായി മാറുകയും ചെയ്താൽ തീർച്ചയായിട്ടും BJPയുടെ വിജയം എളുപ്പമാക്കും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മോദിയുടെ വരവോടുകൂടി പാലക്കാടും തൃശ്ശൂരും ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപിയുടെ പ്രചരണാർത്ഥം അദ്ദേഹം 4 തവണ തൃശ്ശൂരിൽ വന്നുപോയി. 4 തവണയും അദ്ദേഹം BJPക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയത്. BJP പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് സുരേഷ് ഗോപിക്ക് വലിയ അനുഗ്രഹമായി. അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള ആ വ്യക്തിപരമായ മികവും ഒപ്പം BJP RSS പ്രവർത്തകരുടെ കഠിന അധ്വാനവും കൂടി ചേർന്നപ്പോൾ അവിടെ 75,000-ൽ പരം വോട്ടുകൾക്ക് സുരേഷ് ഗോപിയെ വിജയിക്കാൻ അത് കാരണമായി. അങ്ങനെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂരിൽ പത്മജയ്ക്ക് വേണ്ടി, പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടി ശക്തമായ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ കരിസ്മ കൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ 2 വനിതാ രത്നങ്ങൾക്കും വിജയിച്ച് കയറാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നമുക്ക് കാത്തിരിക്കാം. തൃശ്ശൂരിലും പാലക്കാടും എന്താണ് സംഭവിക്കുക എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.